ഗുഡ് ആഫ്റ്റർനൂൺ ആയി. അപ്പം നമ്മൾ രാവിലെ തന്നെ നെയിൽ പോളിഷ് അടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അത്ര രാവിലെ ഒന്നും അല്ല, ഓൾമോസ്റ്റ് ഉച്ചയാവാറായി. ഇന്നലെ തൊട്ട് വിചാരിക്കുന്നതാണ് നെയിൽ പോളിഷ് അടിക്കണമെന്ന്. അപ്പം ഞാൻ ഓർത്തുന്ന പിന്നെ രാവിലെ ആയപ്പോഴേ നെയിൽ പോളിഷ് അടിച്ചിട്ട് അങ്ങ് തുടങ്ങാം. ഇല്ലേ അതിങ്ങനെ മനസ്സിൽ കിടന്നാലും എനിക്ക് ഫുഡ് കഴിക്കുമ്പോഴും ഞാൻ ആ ചിന്തയിലായിരിക്കും. ഈ നെയിൽ പോളിഷ് നമ്മുടെ ഒരു സ്കിന്നിൻ്റെ കളറായിരുന്നേ. അതുകൊണ്ട് നമ്മൾ അടിച്ചാലും അങ്ങനെ വലുതായിട്ട് അറിയാനൊന്നുമില്ല. പിന്നെ ഇത് നൈക്കയിൽ ഞാൻ ഈ സെയിൽ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. നമ്മുടെ പിങ്ക് സമ്മർ അല്ല, പിങ്ക് അല്ല, സമ്മർ അല്ല, നൈക്ക പിങ്ക് സമ്മർ സെയിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്, കുറേ നാൾക്ക് ശേഷം വാങ്ങിക്കുന്നത്. സോ എന്തായാലും അത് അടിച്ചിട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വീട്ടിൽ അമ്മയില്ലായിരുന്നു, ഞാനും ഇച്ചു ആണ് മോസ്റ്റ്ലി ഈ വീഡിയോയ്ക്കകത്ത്. മോസ്റ്റ്ലി അല്ല, ഫുള്ള് ഞാനും ഇച്ചു മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. രാവിലെ അല്ല കേട്ടോ, ഓൾമോസ്റ്റ് ഉച്ചയാവാറായി. ഇഡലി സാമ്പാറുമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിനിയും ഇന്നുള്ള പരിപാടീസ് എന്താണെന്ന് വെച്ചാൽ, ഇനി നെക്സ്റ്റ് ഇച്ചുവിന് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. നമ്മുടേത് ലഞ്ച് ഓൾറെഡി അമ്മ വെച്ചിട്ടാണ് പോയത്, അപ്പോൾ ഇച്ചുവിന് മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അത്ര വലിയ സ്കിൻ കെയർ ഒന്നുമല്ല. യൂഷ്വലി ഞാനിപ്പോൾ അങ്ങനെ അധികം സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ഇപ്പോഴൊന്നല്ല, എനിക്കൊന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യാറേ ഇല്ല. ആകെ നമ്മൾ മേക്കപ്പ് ചെയ്യും, മേക്കപ്പ് ഇൻ ദ സെൻസ് ലിപ്സ്റ്റിക്ക് ഇടും, അതാണ് മെയിൻലി ചെയ്യുന്നത്. അല്ലാതെ സത്യം പറഞ്ഞാൽ ഞാൻ മോയ്സ്ചറൈസർ പോലും അങ്ങനെ ഇപ്പോൾ ഇടാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ടീനേജ് ടൈമിലൊക്കെ അന്നേരമൊക്കെ ഓരോ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമായിരുന്നു, ചുമ്മാ. അന്നൊക്കെ കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നു. പിന്നെ കോളേജ് എത്തിയപ്പോൾ തൊട്ടൊന്നും വലിയ ടൈമൊന്നും ഇല്ലായിരുന്നു. മൊത്തത്തിലെ ഒരു എന്താ പറയുക, ട്രാവലിങ്ങും പിന്നെ കുറേ വർക്ക് ലോഡും എല്ലാം കൂടെ ആയപ്പോൾ ഒട്ടും ടൈമില്ലാതെ പിന്നെ അത് അങ്ങനെ അങ്ങ് വിട്ടു. അപ്പോൾ ഞാൻ ഓർത്തു പതുക്കെ ഇനിയും സ്കിൻ കെയർ ഒക്കെ തുടങ്ങണം. പ്രായമായി വരുമല്ലേ, അപ്പോൾ ഇനിയും സ്കിന്നൊക്കെ ചുളിവാകുമല്ലോ, യുനോ. അപ്പോൾ നമ്മളിപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പം എന്താ പറയുക, കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇരിക്കുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുന്നു. ഇതൊന്നും അറിയത്തില്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ ഒരു വിശ്വാസമാണ്. അങ്ങനെ ഇതും ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പൊതുവെ ഞാൻ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒന്നും വാങ്ങിക്കാറില്ല. എനിക്കെന്തോ അതിന് വലിയ താല്പര്യം തോന്നിയിട്ടുമില്ല. ഞാൻ പിന്നെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടിങ്ങനെ ഓരോന്ന് ചെയ്യും. അപ്പോൾ അതാകുമ്പോൾ വലിയ പ്രശ്നമില്ല. എന്നാൽ പിന്നെ പൊതുവെ എൻ്റെ സ്കിന്നിന് വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ട് ആ ഒരു ഇതിൽ എന്താ നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടു. കൊറിയയിൽ ഫോർമുലേറ്റ് ചെയ്തെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ആദ്യം ഞാനും ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് വൈപ്സ് വെച്ച് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫേസ് മാസ്ക് അല്ലേ, ഫേസ് മാസ്ക് ഇടാം. ഷീറ്റ് മാസ്ക് രണ്ടും ഒന്നല്ലേ, ഫേസ് ഷീറ്റ് മാസ്ക്. ഓക്കെ, എനിക്കിപ്പോൾ വന്ന് ഒരു ആംഗിളിലും ക്യാമറ വെക്കാൻ പറ്റത്തില്ല, ബാക്ക്ഗ്രൗണ്ട് ഒരു മെനയില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഇച്ചുവിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ്. ലൈക്ക് അവൾ വീഴാതിരിക്കാനും അവളുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് ഇപ്പോൾ എൻ്റെ റൂമെല്ലാം ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നല്ല പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ടേബിളൊന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു വേണ്ട. അപ്പോൾ ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ക്യാമറ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആംഗിൾ ശ്രദ്ധിക്കണം. ഒരു മെനയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും മിക്കവാറും വരുന്നത്. പിന്നെ എൻ്റെ തയ്ക്കുന്ന കുറേ സാധനങ്ങൾ, മേക്കപ്പിൻ്റെ കുറേ സാധനങ്ങൾ, പിന്നെ ഇച്ചുവിൻ്റെ വക കുറച്ച് കോൺട്രിബ്യൂഷനും കൂടെ ഉണ്ട്. ഞാൻ എത്ര അടുക്കി വെച്ചാലും അവൾ ഫുൾ എടുത്ത് നിരത്തും, എന്തോ വാശി പോലെ. അയ്യോ, ഇവിടെ ലൈറ്റ് ഉണ്ട്. ഞാൻ ഇവിടെ ഓൾറെഡി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇരുട്ടത്തിരുന്ന് വീഡിയോ എടുക്കുക. ഒന്നാമത്തെ മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ഇരുട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം വെട്ടമായില്ലേ. ഇത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട്. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്ത്? ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള തേനിൻ്റെ ഒക്കെ ഒരു മണമുണ്ട്.
അയ്യോ, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല സത്യമായിട്ടും. ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതൊന്നും ഇങ്ങനെയല്ല. ഇത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇത് കുറച്ച് വാട്ട് ഈസ് ദിസ്? അയ്യോ അമ്മ, ഓ മൈ ഗോഡ്, നല്ല സ്മെല്ല്. ഞാൻ നേരത്തെ ഇതൊരു തവണ വാങ്ങിച്ചിട്ടുണ്ട്. നൈക്കയുടെ അല്ല, വേറെ ഏതോ ബ്രാൻഡായിരുന്നു. അതാണെങ്കിൽ കല്യാണത്തിൻ്റെ ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാനത് യൂസ് ചെയ്തില്ല. എനിക്കെന്തായാലും അതിനുള്ള ടൈം അന്ന് കിട്ടിയില്ല, അതാണ് സത്യം. അത് കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാനതൊന്ന് ഷീറ്റ് മാസ്ക് വെച്ചായിരുന്നേ. അപ്പോൾ അന്ന് അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു, കുറച്ചുകൂടി കട്ടി ഉണ്ടായിരുന്നു ആ ഷീറ്റ് മാസ്കിന്. ഇതാണെങ്കിൽ ഭയങ്കര തിന്നാണ്. പിന്നെ നല്ല ഹൈഡ്രേഷനൊക്കെ കിട്ടുന്നുണ്ട്. മീൻസ് വൺസ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് അതിൽ കൂടുതലൊരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കല്ല. ഓഫ് കോഴ്സ് ഇങ്ങനത്തെ എന്ത് ചെയ്താലും കുറച്ച് ടൈം കൊടുക്കണം നമ്മൾ സ്കിന്നിന്. പിന്നെ സ്കിൻ കെയറിനൊന്നും ഒരിക്കലും സ്വിച്ചിട്ട് വല്ല റിസൾട്ടോ ഒന്നും കിട്ടത്തില്ല. ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അതിനെന്തോ പ്രശ്നമുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പിന്നെ പപ്പായൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫേസിലൊരു ഒരു ചെറിയ ഗ്ലോ, ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നും. അതൊക്കെ സത്യമാണ്. അതല്ലാതെ നമ്മൾ എന്നേക്കുമായിട്ട് എൻ്റെ സ്കിന്നങ്ങ് ഗ്ലോ ചെയ്യും എന്നൊന്നും വിചാരിക്കല്ല. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴെല്ലാം അവൾ എൻ്റെ അടുക്ക വന്ന് മീൻസ് അലയ്ക്കുന്നുണ്ട്. അവൾ എന്താണ് എടുക്കുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ട് എൻ്റെ കോൺസെൻട്രേഷൻ ഇടയ്ക്ക് അങ്ങോട്ടും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഞാൻ പരസ്പര ബന്ധമില്ലാത്തത് ഇതിനകത്ത് പറയുവാണെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. ഉറങ്ങാൻ പോയെന്ന് തോന്നുന്നു, കണ്ടില്ല. പാട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഉറങ്ങാം. അങ്ങനെ ഇച്ചുവിന് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ആളെ അവിടെ കണ്ടില്ല. അപ്പോൾ അച്ഛൻ അവളെ ഉറക്കാൻ എടുത്തുകൊണ്ട് പോയതായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അമ്മ ഇന്നില്ല. അപ്പോൾ അമ്മയോ അച്ഛനോ ആരെങ്കിലും ആയിരിക്കും ഉച്ചയ്ക്ക് അവളെ ഉറക്കുന്നത്. അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ കൂടെ അവൾ കയറി കിടന്നങ്ങ് ഉറങ്ങിക്കോളും. രാത്രിയിലാണെങ്കിൽ അവൾക്ക് അച്ഛനെയും വേണ്ട അമ്മയും വേണ്ട, എൻ്റെ കൂടെ ആയിരിക്കും. സോ ഇതാണ് പുള്ളിക്കാരത്തിൻ്റെ ഒരു പാറ്റേൺ. പക്ഷേ അവളെ അച്ഛൻ ഉറക്കിയെങ്കിലും പിന്നെ അവൾ ഉണർന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് എൻ്റെ കൂടെ കൊണ്ട് കിടത്തിയത്. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട് കേട്ടോ. ചിലർ സിന്ദൂരം തൊടും, ചിലർ പൊട്ട് തൊടും. എനിക്കാണെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോഴേ ഒരു സന്തോഷം. പിന്നെ ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം നമ്മൾ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യണം. ഇതിൻ്റെ ക്യാപ്പ് കാണുന്നില്ല, ഞാൻ ഇവിടെ വെച്ചില്ലേ ഊരിയത്. ഓക്കെ, ഇടക്കല്ല, ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. ഞാൻ ബ്ലാക്ക് ക്യാപ്പ് കിടാൻ തപ്പുക. ട്രാൻസ്പെറൻ്റ് ആയിരുന്നു ഇതിൻ്റെ ക്യാപ്പ്. എൻ്റെ സെൽഫി സ്റ്റിക്ക് എടുക്കണം ബാഗിലാണ്. കൈ പിടിക്കുന്നത് അത്ര സുഖമില്ല. നമ്മൾ ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രം സിന്ദൂരം തൊടും. സിന്ദൂരമല്ല ആക്ച്വലി, അത് ലിപ്സ്റ്റിക്കാണ്. അതെ, ബൈ. ഞാൻ പറഞ്ഞില്ലേ ഇച്ചുവിനെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ കൂടെ കൊണ്ട് കിടത്തിയെന്ന്. അന്നേരം ആളിവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ അവളുടെ കൂടെ ഇരിക്കുമായിരുന്നു. പിന്നെ അവൾക്ക് ഉറങ്ങുമ്പോൾ ഇങ്ങനെ പാട്ട് വെച്ച് കൊടുക്കുവേ. അപ്പോൾ അവൾ പാട്ട് കേട്ടങ്ങ് ഉറങ്ങിക്കോളും. അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇച്ചു ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ്. എഴുന്നേറ്റതിന് ശേഷം പിന്നെ അവൾക്ക് ഫുഡ് കൊടുത്തു. പിന്നെ അധികം നേരം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അമ്മ വന്നായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങ് പോയി.
ഞാൻ ഈവനിങ്ങിൽ മാത്രം ചായ കുടിക്കുമ്പോൾ ഇപ്പോൾ ഞാനായിരിക്കും ഫസ്റ്റ് കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചുവിന് ഫുഡ് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ലഞ്ചും ഡിന്നറും ഒക്കെ ഇപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് കൊടുത്തിട്ടായിരിക്കും ഞാൻ കഴിക്കുന്നത്. കാരണം അതാണ് കംഫർട്ടബിൾ കുറച്ചുകൂടെ. ഈവനിങ് ചായ മാത്രം ഞാൻ അല്ലെങ്കിൽ രാവിലെ ചായ കുടിക്കുന്നത്, ഈ ചായ എനിക്കൊരു വീക്ക്നെസ്സാണ്. ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, എനിക്കും ഭയങ്കര ഇറിറ്റേഷനാവും. അവളുടെ പുറകെ ഓടി നടന്ന് കൊടുക്കാനുള്ള എനർജി നമുക്കും കാണത്തില്ല. സോ ഞാൻ ആ കാര്യത്തിൽ വലിയ പെർഫെക്റ്റ് അമ്മയൊന്നുമല്ല. ഞാൻ ചായ കുടിച്ചിട്ടായിരിക്കും അവൾക്ക് കൊടുക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, അവൾക്കും നമുക്കറിയാമല്ലോ അവളുടെ ആ ഒരു വിശപ്പ്. ഇപ്പോൾ അവൾ ഭയങ്കരമായിട്ടും വിശന്നിരിക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് അവൾക്കായിരിക്കും ആദ്യം കൊടുക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഞാനല്ല ഫുഡ് കൊടുക്കുന്നത്, അമ്മയും കൊടുക്കും ഞാനും കൊടുക്കും. പിന്നെ മോസ്റ്റ്ലി ഈവനിങ് ടൈമിൽ അമ്മ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. കാരണം അവളെ ഈവനിങ് ടൈമിൽ കഴിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ അമ്മയായിരിക്കും കൊടുക്കുന്നത്. ഇത് കണ്ടോ, അവളെനിക്ക് മേക്കപ്പ് ഇട്ട് തരും. ഇത് ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പ് അവളെനിക്ക് കറക്റ്റായിട്ട് ബ്ലഷിൻ്റെ അവിടെയും ചീക്സിൻ്റെ അവിടെ, പിന്നെ ചിന്നിൻ്റെ അവിടെ, ഇതെല്ലാം അവൾ കറക്റ്റായിട്ട് ഇട്ട് തന്നെ. ഞാൻ ക്യാമറ ഓൺ ചെയ്തപ്പോൾ പുള്ളിക്കാരത്തി വേറെ എന്തൊക്കെയോ കാണിക്കുന്നു. ഇവളിത് എവിടെ നിന്ന് കണ്ടതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതൊന്നും അവളങ്ങനെ കണ്ടിട്ടില്ല. അവളുള്ളപ്പോഴങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. തമ്മമ്മയ്ക്ക് ചെയ്തതാ ചെയ്തതാ താ താ താ. ഇവിടെ മുമ്പ് അങ്ങനല്ലല്ലോ ചെയ്തത്. ചേച്ചി ബാക്കി ഇവിടെ ചീക്സില് കൊല്ലോ. സോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അത്രയേ ഉള്ളൂ. ഞാനിവിടം കൊണ്ട് നിർത്തുവാണ്. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.